നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നിങ്ങളോ സ്തോത്രം എന്ന് പറയുമ്പോൾ വേറെ ഒരു കൂട്ടരുണ്ട് ഭൂമി. സ്തോത്രം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെന്നർത്ഥം. നിങ്ങളോ സ്തോത്രം എല്ലാവരുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം, നാം വേർതിരിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളോ അന്ധകാരത്തിൽ നാം മുമ്പ് ആരായിരുന്നു? അന്ധകാരത്തിൽ കിടന്നവർ, ദിക്കിലാരാധനയിൽ കിടന്നവർ, ആ ലോകത്തിന്റെ നയിക്കുന്ന ഇഷ്ടങ്ങൾക്ക് പോയവർ. ഒരു സൺഡേ അവധി കിട്ടിയാൽ അന്ന് ടൗണിൽ പോയി വേണ്ടിയ സാധനം വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാമെന്ന് ചിന്തിച്ച നാളുകൾ നമുക്കുണ്ടായിരുന്നു. ആ കാലമൊക്കെയും പോയി. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളെ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, ദൈവത്തിന്റെ ജനമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഓരോ വിശ്വാസിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഈ ചിന്ത എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. വേറെ കൂട്ടിലുണ്ട്. അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം വായിച്ചു. സകല ദുഷ്ടതയും നിറഞ്ഞ ആൾക്കാർ, സകല ദുഷ്ടതയും പ്രവർത്തിക്കുന്നവർ വിശ്വാസികളുടെ ഇടയിൽ അത് കാണാൻ പാടില്ല. അത് പണ്ടുണ്ടായിരുന്ന ഒരു കാലമാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതി എങ്ങനെയെങ്കിലും ചതിക്കണം ആ ചിന്തകളുള്ളവർ ഇന്ന് ഭൂമിയിൽ ഇങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ നാം അങ്ങനെയുള്ളവരല്ലെന്നാ പറയുന്നത്. എല്ലാ ചതിവും അടുത്തത് വ്യാജഭാവം. ദൈവത്തിന്റെ സ്തോത്രം. വ്യാജത്തിന്റെ ഭാവം വിശദീകരിക്കേണ്ടല്ലോ. വ്യാജഭാവവും അടുത്തത് അസൂയയും. അസൂയുള്ളവർ സ്തോത്രം. വേറൊരാൾക്ക് എന്തെങ്കിലും നന്മയുണ്ടായാൽ അതിൽ അസൂയമുണ്ട്. അതെല്ലാം നമ്മളത് വിട്ടേക്കണം. നമ്മളോ നിങ്ങളോ നമ്മൾ ഇതിലേക്ക് വന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അന്ധകാരത്തിൽ വിളിച്ചവരാണ്. അല്ലയോ ആ വിഗ്രഹാരാധനെ ആരാധിച്ചവരാണ്. ദൈവമല്ലാത്ത വസ്തുവിനേക്കും ആരാധിച്ചവരാണ്. ഹല്ലേലൂയ. നുണ പറഞ്ഞവരാണ്. വേണ്ടാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടവരാണ്. സ്തോത്രം. പിന്നെന്തോ എല്ലാ ചെവിയും എല്ലാ നുണയും വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടത്. ഹല്ലേലൂയ. നുണ പറയുന്നവർ സ്തോത്രം നാം അതെല്ലാം വിടണമെന്ന്. എല്ലാ നുണയും അടുത്തത് നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഹല്ലേലൂയ. ഇപ്പോൾ ജനിച്ച ശിശുക്കളായിരിക്കില്ലല്ലോ. ഇപ്പോഴല്ല, ഇതാണ് ജനിച്ചത്. അത് കൊച്ചിനൊന്നും പറയില്ല. പക്ഷേ പത്രോസ് പറയുന്നത് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ. നിങ്ങൾ എന്താ ചെയ്യണം? അങ്ങനെയുള്ളവരാരുമില്ല, ഞാൻ പോലും ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പുണ്ട്. പക്ഷെ ഒന്നാം വാക്യം പറയുന്നത് അതോടെ കൊണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, നമ്മൾ പകുതി അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തവരാണ്. നിങ്ങളെ ദൈവം എന്താ ചെയ്തു? തിരഞ്ഞെടുത്തു. അനേകൻ പാപത്തിൽ നിന്ന് കിടക്കുമ്പോൾ, പാപത്തിൽ ആണ്ടി കിടക്കുമ്പോൾ, സമാധാനത്തിന് വേണ്ടി പല ഇടങ്ങളിലേക്ക് ഓടുമ്പോൾ, ഹല്ലേലൂയ, ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഓടുമ്പോൾ, സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി പലരെ സമീപിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ഇരുന്ന സ്ഥാനത്തെ നമ്മുടെ കുടിയിൽ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന രക്ഷ. നാം ഓടിൽ പോയപ്പോൾ, പ്രസംഗം കേട്ടപ്പോൾ, നടന്നു പോയപ്പോൾ ഇറങ്ങി വന്ന ദൈവത്തിന്റെ രക്ഷ നമ്മെ മാറ്റി, മനുഷ്യരാക്കി മാറ്റി, അഡ്രസ്സാക്കി മാറ്റി, പുതിയ അഡ്രസ് നമുക്ക് തന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാവാനവൻ അധികാരം കൊടുത്തു. ഈ അധികാരത്തിന്റെ പരിധിയിൽ നാം കടന്നു. ഇതാണ് നമുക്ക് സന്തോഷിക്കാനുള്ള വക. പ്രഷറ്, ഷുഗറ്, ലോകത്തുള്ള നഷ്ടം, ഇതൊക്കെ ഒറ്റ സെക്കൻഡേ ഉള്ളൂ.
ഇതെല്ലാം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മരണം ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൂതന്മാർ നമ്മളെ നിത്യതയിലേക്ക് അവൻ കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവിനോട് ചേർന്ന് നാം ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ തമ്മിൽ ആശ്വസിപ്പിച്ചോളൂ. എന്തുകൊണ്ട്? കർത്താവ് ഗംഭീരനാഥത്തോടെ വരും, പ്രധാന ശബ്ദത്തോടെ വരും. നമ്മുടെ ശരീരമാണ്. അവിടെ രോഗമില്ല, നിത്യതയിൽ ഷുഗറില്ല, അവിടെ പ്രഷറില്ല, മക്കളെ കുറിച്ചുള്ള ഭാരമില്ല, വീടില്ല ഭാരമില്ല. ഹല്ലേലൂയ. അല്ലെ, ഭർത്താവിൻ്റെതായിട്ടുള്ള ഉപദ്രവം അവിടെയില്ല, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉപദ്രവം അവിടെയില്ല, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭീതി, ഭാരം, പ്രയാസം ഒന്നും അവിടെയില്ല. എല്ലാം വിട്ടിട്ട് ഒരു നിത്യതയിലേക്ക് പോകുന്ന അവസ്ഥ ഈ ദിവസങ്ങളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ ഒരു കൂട്ടമാണ് നാം. ഇങ്ങനെ കൂട്ടമായി ചിലർക്ക് ഈ സഭായോഗം എന്ന് പറയുന്ന കമ്മിറ്റി വലിയ ഇഷ്ടമാണ്. കമ്മിറ്റി ഇഷ്ടമാണ്. സ്തോത്രം. ചിലർക്ക് വലിയൊരു ഒരു ഒരുമിച്ച് കൂടുന്ന ഒരു സംഘടന, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ചിലരുടെ വിചാരം ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്ന സഭയെന്നാണ്. ഇതൊന്നുമല്ല സഭ. സഭ എന്താണ്? അന്ധകാരത്തിൽ വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അത് ദൈവമക്കളുടെ കൂട്ടമാണ്. അതിൽ നമ്മൾ സന്തോഷിക്കേണ്ടത്. ഈ ഭൂമിയിലുള്ള മറ്റുള്ളവരും അതിൽ നാം എന്തോ ചെയ്യണം? സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു സഭ എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്കകത്ത് വരുമ്പോൾ സന്തോഷമുണ്ടായിരിക്കും. സ്തോത്രം. നമ്മുടെ കൊയറിനെ ഓർത്ത് സ്തോത്രം. കുഞ്ഞുങ്ങൾ വളരെ വ്യക്തപ്പെട്ട അവിടെ വ്യക്തപ്പാടിനിടയിൽ കൊയർ പാട്ടുകളെല്ലാം സെലക്ട് ചെയ്ത് നന്നായി പാടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഈ ചർച്ചയിൽ മുൻപോട്ട് പോകുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില സഭകളിൽ നമുക്ക് സന്തോഷമില്ല. എന്തുകൊണ്ട്? ആ എന്നും ആദ്യത്തെ പോലെ തന്നെ ചുമ്മാ പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ല, പുതിയ അവസ്ഥകൾ, പുതിയ നിലപാടുകൾ, പുതിയ രീതികൾ, ഒരു പ്രത്യേകമായിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷം സഭയ്ക്കകത്തുണ്ടാകണം. ദൈവത്തിന് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല സഭ. ദൈവസഭയെ കുറിച്ച് വേദപുസ്തകം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് സഭയെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം ഒന്ന് വായിക്കാമോ? അതിന്റെ 22-ാമത്തെ വാക്യം അന്ത്യോക്യ സഭയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോട് പറഞ്ഞയച്ചു. അവൻ ചെയ്ത് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ആ യെരൂശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് ഇത് ബർന്നബാസിനെ പറഞ്ഞയച്ചു. ഞാൻ ബർന്നബാസിനെ പറ്റി ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ആ ബർന്നബാസിനെ നമുക്ക് വിടാം. പക്ഷേ അന്ത്യോക്യയിൽ ചെന്ന് ആ സഭ കണ്ടപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അതിനകത്തെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ബർന്നബാസ് സന്തോഷിച്ചു. അപ്പോൾ ഒന്നാമത് ഒരു സഭയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന സഭയിൽ ദൈവകൃപയുണ്ടായി. ദൈവത്തിന്റെ കൃപ നമ്മുടെ പകരപ്പെടുന്നതാണ് ഒരു സഭയിലെ ഒന്നാമത്തെ ലക്ഷണം. ഒരു കൂട്ടമായി ഒന്നിച്ച് പാടി ആരാധിച്ച് എങ്ങനെയെങ്കിലും പോയി സന്തോഷമില്ലാത്ത അവസ്ഥയില്ല. ദൈവകൃപ കണ്ട് സന്തോഷിക്കാം. ഈ സഭയിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന നാം ഓരോരുത്തർ ഇതിനകത്ത് പഴക്കം ചെന്നവരായിട്ട് ഇരിക്കുവാനല്ല, ഓരോ സൺഡേയും ദൈവകൃപ കാണണം. ഇതിനകത്ത് ദൈവകൃപ കാണണം, ദൈവകൃപ അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയുള്ള അന്ത്യോക്യ സഭയെ പോലെ നമ്മുടെ സഭ മാറണം. ദൈവകൃപയുണ്ടായിരിക്കും. ആ അന്ത്യോക്യയിലുള്ള സഭയ്ക്ക് പല ഗുണങ്ങളുണ്ട്. ഒന്നിന്റെ ഗുണങ്ങൾ നമുക്ക് വായിക്കാം. അതിന്റെ വായിച്ച് 13-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യം വായിച്ചു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന് പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഈ സഭയിൽ ആരൊക്കെയുണ്ട്? പ്രവാചകന്മാരുണ്ട്. ഈ സഭയിൽ ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, സഭയിൽ പ്രവാചകന്മാരെ എഴുന്നേൽക്കണം. സഭയിൽ
ഇന്നതുപോലെ കസേരയിൽ വെറുതെ ചടഞ്ഞിരുന്ന് വേണേലൊന്ന് കൈയടിക്കാം, വേണേലൊന്ന് പാടാം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകുന്നതല്ല സഭ. സഭയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കണം, ഉപദേശകന്മാർ എഴുന്നേൽക്കണം. അതാണ് ദൈവകൃപ. ഇത് കണ്ടാണ് ബന്ധുവാൻ സന്തോഷിച്ചത്. സ്തോത്രം. ഇന്ന് ദൈവം ലോകപ്രകാരം പലരും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാ സിസ്റ്റങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതിനല്ല സന്തോഷിക്കുന്നത്, ഇതിനകത്ത് ദൈവകൃപയുണ്ടായിരുന്നു. അത് വേണ്ടതല്ല, അതൊരു സൈഡിൽ നമുക്ക് വേണം. ദൈവകൃപ. ഈ സഭയിലെ പ്രവാചകന്മാർ എഴുന്നേൽക്കണം. അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. ദൈവത്തിന് സ്വാഗതം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമേ നിൽക്കുന്നവർ, ഹല്ലേലൂയ, എനിക്ക് പ്രവചന ശുശ്രൂഷ തരണം, എനിക്ക് ചില കൃപകൾ തരണം. ദൈവം പല കൃപകൾ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ പകരപ്പെടുവാൻ ദൈവശക്തനാണ്. പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ദൈവകൃപ അനുഭവിച്ച സഭ ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാരും ഉപദേശകന്മാരും എഴുന്നേറ്റതായിരിക്കുന്ന സഭ. ഇനി ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ 12:23 വാക്യം വായിച്ചു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ഇത് ഹേരോദാവിനെ കുറിച്ചാണ് പറയുന്നത്. 12:1 വായിക്കുമ്പോൾ ഹേരോദാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസന്മാരെ കൊല്ലുവാൻ ഇറങ്ങി പുറപ്പെട്ട ചരിത്രം നമ്മളോട് വായിക്കുന്നു. യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. കൊന്നതിന് ശേഷം പത്രോസിനെ പിടിച്ചിട്ട് കാരാഗ്രഹത്തിലാക്കി. ഇതും ഈ സഭയിൽ നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. എപ്പോഴും സുഖമല്ല, എപ്പോഴും സന്തോഷമല്ല. ആത്മീയ കാര്യങ്ങളിൽ നീ എരിവോടെ നിൽക്കുമ്പോൾ കഷ്ടതയും പ്രയാസവും നിന്റെ പുറകെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിനെ വാളും കൊണ്ട് കൊന്നിട്ട്, ഹല്ലേലൂയ, ഇവിടെ പത്രോസിനെ പിടിച്ച് തടവിലാക്കിയിരിക്കുന്ന സന്ദർഭം. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ ഈ സഭയിൽ അനുഗ്രഹമുണ്ട്, ദൈവകൃപയുണ്ട്, പ്രവാചകന്മാരുണ്ട്, പരിജ്ഞാനമുള്ളവരുണ്ട്, ഉപദേശകന്മാരുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും സ്തോത്രം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് നേരിട്ടു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ സഭ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സഭ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന സഭ. ബാക്കി പഠിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പ്രാർത്ഥിക്കുന്ന സഭ. ഹല്ലേലൂയ. ഒരു സഭയിൽ നാം വരുമ്പോൾ സഭയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ദൈവകുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ നിലനിൽപ്പ്. നമ്മുടെ സഭയിലെ നമ്മൾ സുഖമില്ല. ഹല്ലേലൂയ. അവരോട് ആയിരിക്കുന്നു. രാത്രിയും പകലും ദൈവദാസനും വിശ്വാസികളും അതാത് സമയങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വിശ്വാസമുണ്ട്, നാം അവന്റെ വിശ്വാസം നാം പ്രാർത്ഥിക്കുന്നത് അവർ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ആരാധന വരുമെന്ന്, ഹല്ലേലൂയ, കർത്താവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു സഭ. ഇവിടെ പത്രോസ് തടവിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ ഫലത്തിൽ 3 ഇരുമ്പ് ഗേറ്റുകൾ, ചങ്ങലകൾ കടന്ന് ദൈവത്തിന്റെ ആത്മാവ് പത്രോസിനെ പുറത്തിറക്കി കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിൽ നിന്റെ ബിസിനസ്സിന് പരാജയം വരികയില്ല. പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിൽ നിന്റെ ആരോഗ്യത്തിന് പ്രശ്നം വരികയില്ല. നിനക്ക് സാമ്പത്തികമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും ക്ഷീണതയോ പ്രയാസമുള്ളവരോ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന സഭ പുറകിലുണ്ടെങ്കിൽ, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവിടെ വിടുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്ന സഭ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് ഈ ഹേരോദാവ് യാക്കോബിനെ കൊന്ന്, ഹല്ലേലൂയ, പത്രോസിനെ തടവിട്ടതായിരിക്കുന്ന ഹേരോദാവിന്റെ മോഹം പ്രസംഗിക്കാൻ. സ്തോത്രം. ഹേരോദാവിനൊരു മോഹം എന്താ ചെയ്യാൻ? പ്രസംഗിക്കാൻ. പുള്ളിയുടെ രാജകീയമായ പദവി കൊണ്ട് അദ്ദേഹം വലിയ ധൂപപീഠത്തിന്മേൽ വന്നിരുന്ന് അദ്ദേഹം പ്രസംഗിക്കുവാൻ തുടങ്ങി. പ്രസംഗം കഴിഞ്ഞതും, ഹല്ലേലൂയ, അവനെ പരിശുദ്ധാത്മാവ് അടിച്ച് താഴെയിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിൽ സ്റ്റേജിൽ ഞങ്ങൾ നിന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ഹേയമില്ലാത്ത ഏതെങ്കിലും വാർത്ത ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, പ്രസംഗിക്കുന്ന വ്യക്തികൾക്ക് ഒരു ചിന്തയുണ്ട്, എന്തും പ്രസംഗിക്കാവുന്നു.
നിനക്ക് എന്തും പ്രസംഗിക്കാൻ പറ്റത്തില്ല. എല്ലാം പറയുവാൻ സാധ്യമല്ല. ദൈവമേ നിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അടിച്ചവനെ താഴെയിട്ടു അവൻ മരിച്ചു. നമ്മളിവിടെ വായിച്ചു. പൗരുണ്ടായിരിക്കാം, നിനക്ക് കഴിവുണ്ടായിരിക്കാം, നീ ആ രാജ്യത്തെ ഭരിക്കുന്നവനായിരിക്കാം. ഹല്ലേലൂയ ദൈവത്തിന്റെ മുന്നിൽ നീ ഒന്നുമല്ല. ദൈവത്തിന് മുന്നിൽ നമ്മൾ ആരും ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നിങ്ങളിൽ ഞാനും ഈ നിലയിൽ ജീവിക്കുന്നത്. ദൈവത്തിന് നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല നിങ്ങൾ ഞാനും സഭയിൽ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് കുറവുകൾ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറഞ്ഞ് കുറവ് ദൈവസന്നിധിയിൽ പറഞ്ഞ് പിന്നെ നാം മുൻപോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടും. എവിടെയെല്ലാം താഴ്മയുണ്ടോ, എവിടെയെല്ലാം താഴ്ന്ന അവസ്ഥ നിൽക്കുന്നുണ്ടോ അവിടെ നിന്നെ ഉയർത്തുവാൻ ദൈവം സർവശക്തനായ ക്രിമിക്കിരിയായി. എന്താണ് ക്രിമിക്കിരിയുവാൻ കാരണം? പ്രസംഗിച്ചത് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ഞാൻ ഇവിടെ നിന്നോട് കസറി എന്റെ വീട്ടിലെ കാര്യോ മക്കളുടെ കാര്യോ എനിക്കുള്ള സ്വന്തമല്ല ഇവിടെ പ്രസംഗിക്കേണ്ടത്. ഇവിടെ നീ പ്രസംഗിക്കേണ്ടത് കർത്താവിനെ കുറിച്ചാണ്. നിന്നെ രക്ഷിച്ച കർത്താവ്, നിന്നെ വിടുവിച്ച കർത്താവ്, വീണ്ടെടുത്ത കർത്താവ്. ഹല്ലേലൂയ നീ ആയിരുന്നല്ല ദൈവസന്നിധി. ഹല്ലേലൂയ ഹല്ലേലൂയ വെറും എലിക്കുഞ്ഞിനെ പോലെ ഇരുന്ന നീ അമ്മയുടെ വയറ്റിൽ ഹല്ലേലൂയ വേറെ ഒന്നുമില്ലായിരുന്ന നീ ഭൂമിയിൽ ജനിച്ച് വളർന്ന് വലുതായി ഇപ്പോഴാണ് നെഞ്ചും മരിച്ച് നീ നടക്കുന്നത്. ഹല്ലേലൂയ നിന്റെ ചെറുതിൽ നീ ഒന്നുമല്ലായിരുന്നു. അന്നും ദൈവമുണ്ട്, സർവശക്തനുണ്ട്, ഈ ലോകത്തെ ഭരിക്കുന്നവനുണ്ട്, യുഗമായി വാഴുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്കും എനിക്കും പോകാനും ഉയരുവാനും ഒന്നും ഈ ഭൂമിയിൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ സഭ തെസ്സലോനിക്ക സഭയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഈ സഭ പോലെ നമ്മുടെ സഭ വരണം. നമുക്ക് പാട്ടുണ്ട്, ആരാധനയുണ്ട്, സിസ്റ്റം പലതുമുണ്ട്. ഹല്ലേലൂയ പോയാ നമുക്ക് ആത്മീയമായി വളരണം. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം നമുക്ക് എടുക്കാം. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കാമോ? ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് ഒന്നാമത് പറയുന്നത് വിശ്വാസത്തിന്റെ വേല. എന്താണ് വിശ്വാസത്തിന്റെ വേല? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സഭയ്ക്ക് 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അത് എനിക്ക് കൊടുക്കാൻ കഴിവില്ല, ആർക്കും കൊടുക്കാൻ കഴിവില്ല. എന്താ ചെയ്യുന്നത്? ഇത് നടക്കുവോ? അതല്ല വേല. നടക്കും, നടത്തിയിരിക്കും, ദൈവം നടത്തും. വിശ്വാസത്തിന്റെ വേല. വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം പറയുന്ന തെസ്സലോനിക്ക സഭ. ഒരു സഹോദരനോട് സംസാരിച്ചാലും സഹോദരി എന്താ പറയുന്നു? ഭാഷ ഒരു കുഴപ്പമില്ല, കാര്യം നടക്കും. അവരെ ഒന്നും കാണത്തില്ല. അത് വിശ്വാസത്തിന്റെ വേല, വിശ്വാസത്തിന്റെ സംസാരമാ. ഒരു സഹോദരൻ പറയാ പേടിക്കേണ്ട ഭാഷ ഞങ്ങളുടെ കൂടെ. എന്തോ അവരുടെ പണം കിട്ടാനില്ല. വിശ്വാസത്തിന്റെ വേല. സഭ വിശ്വാസത്തിന്റെ വേല ചെയ്യുന്നവരാണ്. വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്നവരാ തെസ്സലോനിക്ക സഭ. അന്ത്യോക്യ സഭ അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ നമുക്ക് വിശ്വാസത്തിന്റെ ഈ ദിവസങ്ങളിലായിട്ട് നമുക്ക് മുന്നേറാം. എന്റെ ദൈവം നടത്തും, എന്റെ സഭയെ നടത്തും, എന്റെ സഭയുടെ കുടുംബങ്ങളെ നടത്തും, രോഗത്തിന് വിടുവിക്കും, ബുദ്ധിമുട്ടിൽ നിന്ന് വിടുവിക്കും. അതാണ് വിശ്വാസത്തിന്റെ വേല. ചില ആൾക്കാര് ആരാധനയ്ക്ക് വരാൻ മടിയുള്ളവരുണ്ട്. ദൈവം കൃപയാ ഈ സഭയിൽ അങ്ങനെയുള്ള രോഗങ്ങളൊന്നുമില്ല. എല്ലാവരും ആരാധനയ്ക്ക് വരും. എല്ലാവരും എല്ലാ സൺഡേയും എല്ലാവരും ആരെങ്കിലും ഒക്കെ 1-2 പേര് വരായിരുന്നല്ലോ, എല്ലാവരും വരും. ചില ആൾക്കാരുണ്ട് ശനിയാഴ്ച രാത്രി വരെ ഒരു രോഗവുമില്ല. ചില ഞായറാഴ്ച രാവിലെ കാപ്പി കുടിക്കാനും രോഗമില്ല. ഒരു 9 മണി കഴിയുമ്പോൾ ഒരു രോഗം. എന്താ പറയുക? എടി നീ ഇന്ന് പോയിക്കോ, എനിക്ക് തലവേദന, ഞാൻ വരുന്നില്ല.
ഭാര്യയോട് പറയും ഒരു തലവേദനയില്ല. സ്തോത്രം. ഒരു തലവേദനയും ആരാധനയ്ക്ക് വരാതിരിക്കാനുള്ള ഭാര്യ ആരാധനയ്ക്ക് പോകും. ഭാര്യ ആരാധന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വന്നു കഴിയുമ്പോൾ പിന്നെ രോഗം മാറും. പിന്നെ പുള്ളിക്ക് രോഗമില്ല. പിന്നെ പുള്ളിക്ക് വരുന്നത് അടുത്ത ഞായറാഴ്ച രാവിലെയാണ്. അതൊന്നും സഭയിലുള്ള അംഗങ്ങൾ ആ ഒരു നിലയിൽ നിൽക്കുന്നവർ വിശ്വാസത്തിന്റെ വേല ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, വിശ്വാസത്തിന്റെ വേല മാത്രമല്ല അടുത്തെന്തോ വെച്ച് സ്നേഹപ്രയത്നം, സ്നേഹത്തിന് വേണ്ടിയുള്ള പ്രയത്നം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ സ്നേഹം ഉണ്ടായിരിക്കും. ഇപ്പൊ പുതുതായിട്ട് 3-4 പേര് നമ്മുടെ സഭയുണ്ട്. നിങ്ങൾ എന്തോ ചെയ്യണം? സാധാരണ നിങ്ങൾ പെട്ടെന്ന് വായിക്ക് എടുത്ത് തൂക്കിയിട്ടുണ്ട് ഞാൻ പോകുകയാണ്. അങ്ങനെയല്ല പോകേണ്ടത്. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? പേരെന്താ? വീട് എവിടാ? ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. സ്നേഹത്തിന്റെ പ്രയത്നം ദശലോനിക സഭയിൽ കണ്ടത്. ഇന്നലെ മേടിച്ച വായിക്ക് ഒന്ന് തൂക്കിയിട്ടുണ്ട്, ഒന്ന് കറക്കിയത് നിങ്ങളുടെ വായിക്കിലൂടെ കാണുന്ന മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വേണം. നിങ്ങളെല്ലാം വലിയ ആൾക്കാരാണ്, നമ്മളെല്ലാം വലിയ ആൾക്കാരാണ്, ആരും മോശക്കാരില്ല. പക്ഷെ ഒന്ന് കണ്ട് കൈ കൊടുത്ത് സ്നേഹിക്കുമ്പോൾ പുതുതായിട്ട് വന്നവർക്ക് എന്തോ ചിന്തയുണ്ടാകും, ഇത് സ്നേഹിക്കുന്ന ഒരു സഭയാണ്. അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയോട് മൊത്തം വഴക്കൂടിയോന് ഇങ്ങനെ മുഖം വീർപ്പിച്ചോട് അതല്ല സഭ. സ്നേഹത്തിന് വേണ്ടി ചില പ്രയത്നങ്ങൾ ചെയ്യണം. സ്നേഹത്തിന് വേണ്ടി ചില ത്യാഗങ്ങൾ ചെയ്യണം. സ്നേഹത്തിന് വേണ്ടി ചില മുതൽമുടക്കം ഇവിടെ ചെയ്യണമെന്നല്ല, നാം അങ്ങനെ ആയിരിക്കണം. പുതുതായിട്ട് വരുന്ന ദൈവകൃപകൾ സന്തോഷിക്കണം. വിശ്വാസത്തിന്റെ വേലയുണ്ട്, സ്നേഹത്തിന്റെ പ്രയത്നമുണ്ട്. അടുത്തൊന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. പ്രത്യാശയുടെ സ്ഥിരത ഇവർക്കുണ്ട്. ഇവർക്കെന്തുകൊണ്ട്? കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയുടെ സ്ഥിരത. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നവരായിട്ടല്ല. ഇന്ന് പ്രത്യാശയുണ്ട്, അടുത്ത ഞങ്ങളെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരല്ല. എന്നും പ്രത്യാശയുടെ സ്ഥിരത. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ വാസ്തവത്തിൽ ഭാഗ്യമുള്ളവരല്ലേ? ഈ കർത്താവിനെ കണ്ടെത്തി അങ്ങനെയുള്ള വിശ്വാസമുണ്ടോ? സ്തോത്രം. അല്ലേ? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഏറ്റു പറയാമോ? നമ്മൾ ആദ്യം വായിച്ചായിരിക്കുന്ന വാക്യം, നിങ്ങളോ ഞാൻ പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഞാൻ തന്നെ പ്രസംഗിച്ച് വാക്യം വരെ നിങ്ങൾ പറയുന്നില്ലല്ലോ. ഇത് നിങ്ങളെ വാക്കിനാൽ നിമിത്തം ന്യായീകരിക്കുന്നു. അവിടെ അതിനെ പറയിപ്പിച്ചത്. സ്തോത്രം. നിങ്ങൾ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു, അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോഴോ ക്രിസ്തുവിൽ വെളിച്ചമാണ്. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളും വെളിച്ചത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യാം. പ്രത്യാശയുടെ സ്ഥിരതയുള്ള തീർന്നില്ലവരെ കുറിച്ച് ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായിട്ട് സന്നിധി ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓർത്ത് ദൈവത്തിനെ എന്തോ ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഞാൻ കാര്യം പറയാം. നമുക്ക് ചിലരുടെ മുഖം കാണുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തോന്നുവോ? എനിക്കങ്ങനെ, നിങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ട് ചിലരുടെ മുഖം കണ്ടാൽ നമുക്ക് ഇവരെ ഓർത്ത് എന്തോ ചെയ്യാം? പ്രാർത്ഥിക്കണം. അതെന്താണ് തോന്നാൻ കാരണം? പ്രാർത്ഥിക്കണം. എപ്പോഴും സന്തോഷമായിരിക്കുക, എപ്പോഴും നമ്മുടെ സ്തോത്രം പറയുക, എപ്പോഴും നമ്മളുമായിട്ട് ഇടപെടുക, ഇടയ്ക്കൊന്ന് ഫോൺ കോൾ ചെയ്യുക. ദൂരിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരുടെ മുഖം നമ്മൾ മനസ്സിലേക്ക് വരും. ആ സൗകര്യം കുഴപ്പമില്ല, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഞങ്ങൾ ഉപദേശിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഈ മാറി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാറി നിന്നിട്ട് പാസ്റ്റർ എന്തോ വിശേഷം? വിശേഷമുണ്ട് പാസ്റ്റർ.
ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ, ഈ എടുക്കട്ടെ 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 എന്ന് ചോദിച്ചോണ്ട് കുറെ നേരം നിന്നാലൊന്നും കിട്ടത്തില്ല. അവരറിയാതെ പോയി അര ഗ്ലാസ് കാപ്പി ഗ്ലാസ് കൊടുക്കണം. എനിക്ക് നിങ്ങൾ തന്നില്ലെന്നല്ല, കിട്ടുന്നല്ല, ഈ അവരെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വാസമനുണ്ട്. ഒരു ക്ഷീണിച്ച് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന ഗ്ലാസ് വെള്ളം നമുക്ക് എന്തോ കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ വീട്ടിൽ ഇല്ലാണ്ടത് 10 വീട് ചെറിയായിരിക്കും വരുന്നത്. അപ്പൊ അവരെ ഒക്കെ മുന്നിൽ ഓർക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് തോന്നും. അതേസമയം നമ്മളെ വീട്ടിലോട്ട് കയറി വരിക, അങ്ങോട്ട് തിരിയും, പിന്നെ അവരോട് ചെല്ലാൻ തോന്നുന്നു, അവിടെ ചെല്ലാൻ തോന്നുന്നു. അപ്പൊ എല്ലാവരും എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആര് എന്തോ വായിച്ചേ ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായിട്ട് സന്നിധി ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും നിങ്ങളെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യണമെന്ന് തോന്നുന്നു. ഓരോ വീടിനെ ഓർക്കുമ്പോഴും സ്തോത്രം ചെയ്യണമെന്ന് തോന്നുന്നു. സ്തോത്രം സ്തോത്രം വരികയല്ല, ഒന്നും വരികയില്ല. പക്ഷെ സ്തോത്രം വരാൻ ഉള്ള യോഗ്യമായ നിലയിൽ നാം ജീവിക്കണം. നമ്മളങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പോകുന്നെങ്കിൽ ദൈവത്തിൽ ഏറ്റുകൊണ്ട് സ്തോത്രം ചെയ്യണമെന്ന് നമുക്ക് തോന്നണം. അവരെ ഓർത്ത് എത്ര ക്ഷീണമായി കിടക്കുന്നത് വരൂ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യണം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നൊരു തോന്നൽ ദൈവദാസന്മാർക്ക് വരണമെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ അങ്ങനെ ആയിരിക്കണം.